പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് തീഷ്ണതയോടുകൂടി ആയിരിക്കാം. പെസഹ വ്യാഴാഴ്ചയുടെ പ്രത്യേകമായ കർമ്മങ്ങളിലെല്ലാം നമ്മൾ പങ്കെടുത്ത് ഈശോയുടെ കാലുകഴുകൽ ശുശ്രൂഷയുടെ ഈശോയുടെ പാദങ്ങൾ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തു. തമ്പുരാൻ്റെ വലിയ കൃപകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ പൗരോഹിത്യ സ്ഥാപനത്തെക്കുറിച്ചുമൊക്കെ നമ്മളിന്ന് കൂടുതൽ ധ്യാനിച്ചു. എല്ലാ പുരോഹിതർക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിചയമുള്ള പുരോഹിതർ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള വൈദികർ, ഇവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ഈ പുരോഹിതരിലൂടെ തമ്പുരാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഇന്നേ ദിവസവും നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യമുണ്ട്. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. നമുക്ക് ഏതാനും മണിക്കൂറുകൾ തമ്പുരാൻ്റെ പീഡാനുഭവ മരണത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന ഈ സമയത്ത് ഈശോ തൻ്റെ ഏറ്റവും സ്നേഹിക്കുന്നവരോടാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് പറയുന്നത്, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക എന്ന്. ഈ ദിവസം, ഈ സമയം പ്രത്യേകമായിട്ട് ഈശോയുടെ ഈ വലിയൊരു ആഹ്വാനം, മത്തായി 26:38 ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്കും തമ്പുരാനോടൊപ്പം ഉണർന്നിരിക്കാം. കാരണം അവിടെ നമ്മോട് ആവശ്യപ്പെടുന്ന എന്താ നമുക്കറിയാമല്ലോ. തീവ്രമായ ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. ഈശോയുടെ വലിയ സ്നേഹത്തെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നേ ദിവസം അതിൻ്റെ ഏറ്റവും വലിയ ഭാവം നമ്മൾ കണ്ടു. അവൻ നമ്മുടെ പാദങ്ങൾ കഴുകുന്നു, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു, നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുന്നു. ഇതിലും വലിയ സ്നേഹമൊന്നും നമുക്ക് അനുഭവിച്ചറിയാനായിട്ടില്ല എന്നത് 100% നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് തമ്പുരാൻ്റെ ഒപ്പമായിരിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നത് പോലെ മരണത്തോളം ഞാൻ തീവ്ര ദുഃഖത്താലെത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക എന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധി ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നു. നീ അനുഭവിച്ച വേദന, പീഡാനുഭവത്തിൻ്റെ തൊട്ട് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ തീവ്രമായ ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നുവെന്ന് താൻ സ്നേഹിച്ചവരോട് പറയണമെങ്കിൽ അതുവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരുന്ന, ഒരു വാക്കുകൊണ്ട് സൗഖ്യം നൽകിയിരുന്ന, ഒരു സ്പർശനം കൊണ്ട് സൗഖ്യം നൽകിയിരുന്ന നീ ഇന്ന് ഈ നിമിഷം നമ്മോട് പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ, ഉണർന്നിരിക്കാൻ, എൻ്റെ കൂടെ ഉണർന്നിരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. മരിച്ചവരെ ഉയർപ്പിച്ചവൻ, രോഗികളെ സുഖപ്പെടുത്തിയവൻ, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയവൻ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ തീവ്രമായ ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു, എന്നോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നത്. ഈ പെസഹായുടെ ഈ തിരുനാളിൽ, ഏറ്റവും വലിയ തിരുനാളിൽ നമുക്ക് തമ്പുരാൻ്റെ കൂടെ ആരാധനയിൽ കുറേ സമയമായിരുന്നു കൊണ്ട് ഈശോയുടെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യത്താഴത്തിൻ്റെ വലിയൊരു ആർദ്രതയാണ്, വലിയൊരു സ്നേഹമാണ്. അന്ത്യത്താഴ്വേളയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരുമായി പങ്കുവച്ച ഒരു സാമീപ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അതിനുവേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാം. തൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വേദന അവൻ അറിയാമായിരുന്നു. എന്നിട്ടും തൻ്റെ അവസാന നിമിഷങ്ങൾ
അപ്പം മുറിക്കാനും സമാധാനം നൽകുവാനും അവൻ തീരുമാനിച്ചു. ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ്, ആർദ്രതയാണ് അവൻ കാണിച്ചത്. സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് വലിയൊരു ആർദ്രത തൻ്റെ ശിഷ്യന്മാരോട് കാണിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വേദനകൾ, കഠോരമായ വേദനകൾ, സഹിക്കാൻ പോകുന്ന വേദനകൾ നല്ലതുപോലെ അറിയാമായിരുന്നിട്ടും അതിനെല്ലാം ഉള്ളിൽ ഒതുക്കി സ്നേഹത്തോടെ വെച്ചുകൊണ്ട് തൻ്റെ അവസാന നിമിഷങ്ങൾ തൻ്റെ ശിഷ്യരോടൊപ്പം അവൻ നിമിഷങ്ങൾ സന്തോഷപൂർവ്വം ചെലവഴിക്കുകയാണ്. അപ്പം മുറിച്ചു കൊടുക്കുകയാണ്, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്, സമാധാനം നൽകുകയാണ്, അവരുടെ പാദങ്ങൾ കഴുകുകയാണ്. എത്ര വലിയ സ്നേഹമാണ്! ആ സ്നേഹത്തിൻ്റെ വലിയൊരു ആർദ്രതയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭാരമോ ക്ഷീണമോ വേദനകളോ രോഗങ്ങളോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് സന്നിഹിതരായിരിക്കാനും സ്നേഹിക്കാനും ഞാൻ എപ്പോഴും സമയം കണ്ടെത്തുമോ? അവരോടൊപ്പമായിരിക്കാൻ, ഞാൻ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കാൻ, അവർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ഈശോ കാണിക്കുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന, നമ്മൾ രോഗിയായിരിക്കുമ്പോൾ, നമ്മൾ ഭാരത്താലായിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യണമെന്നുള്ളതാണ് അല്ലേ? പക്ഷേ ഇവിടെ ഈശോ അങ്ങനെയല്ല. തൻ്റെ അനിശ്ചിതത്വത്തിലും നമ്മെ സ്നേഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എനിക്ക് ഇടം നൽകിയതുപോലെ മറ്റുള്ളവർക്കായി എൻ്റെ മേശയിൽ ഇടം നൽകാൻ എന്നെ സഹായിക്കണമേ. ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഒരു ആർദ്രത നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വന്തമാക്കേണ്ട വലിയ സത്യമാണ്. അന്ത്യത്താഴവേളയിൽ ഈശോ തൻ്റെ കുരിശുമരണത്തിൻ്റെ തലേന്ന് ശിഷ്യന്മാരുമായി ശാന്തമായി വിശുദ്ധമായ ഭക്ഷണം, പെസഹ ഭക്ഷണം പങ്കിട്ടു. ആ നിമിഷത്തിൽ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ദിവ്യമായ ആർദ്രതയായിരുന്നു എന്ന് നാം കണ്ടു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മാത്രമല്ല, വിശ്വാസവഞ്ചനയുടെയും മരണത്തിൻ്റെയും മുഖത്ത് സ്നേഹവും വിനയവും സാമീപ്യവും പ്രകടമാക്കുന്ന തമ്പുരാനെയാണ് നാം കാണുക. ഇതുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്ന നല്ല തമ്പുരാനെ വേറെ എവിടെയാണ് നമുക്ക് ലഭിക്കുക? വിശ്വാസവഞ്ചന നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി, മരണത്തിൻ്റെ മുഖത്തിലേക്കാണ് ഞാൻ നടന്നെടുക്കുന്നതെന്ന് മനസ്സിലാക്കി, എന്നിട്ടും അവൻ വിനയത്തിൻ്റെ വലിയ ഭാവം കാല് കഴുകുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി എല്ലാവരുടെയും ഒപ്പമായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. സാമീപ്യം നൽകുന്നു. സ്നേഹവും വിനയവും സാമീപ്യവുമാണ് വിശ്വാസവഞ്ചനയുടെ ഏറ്റവും വലിയ മറുപടി എന്ന് തമ്പുരാൻ കാണിച്ചു തരികയാണ്. പുതിയൊരു വലിയൊരു സ്നേഹം അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാളിക മുകളിലെ മുറിയിലെ വലിയ സ്നേഹം, മുകളിലത്തെ വലിയ സ്നേഹമെന്ന് നമുക്ക് തന്നെ വിളിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം നാം കാണുന്നുണ്ടല്ലോ. അവൻ എല്ലാവരെയും തനിക്ക് സ്വന്തമായവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ 13:1. ഈ വാക്യം മുഴുവൻ സായാഹ്നത്തിലും വലിയ സായാഹ്നം മുഴുവൻ വലിയ സ്വരം നൽകുന്നൊരു കാര്യമാണ്. വലിയ ശബ്ദമുണ്ടാകുന്നുണ്ട്, പക്ഷേ വളരെ ശാന്തമാണ്. അവൻ സ്നേഹിച്ചു, അവൻ സ്വന്തമായിരുന്നവരെ സ്നേഹിച്ചു, പക്ഷേ അവൻ സ്വന്തമായി കരുതിയവൻ അവനെ ഒറ്റിക്കൊടുത്തു. എങ്കിലും അവൻ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ഈശോയുടെ പ്രവൃത്തി വെറുതെ ഒരു സ്നേഹം കാണിക്കുന്ന പ്രവൃത്തിയല്ല. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ധ്യാനിച്ച കാര്യമാണ്. ഈശോ ഒരിക്കലും വെറുതെ ചുമ്മാ ഒരു സ്നേഹം കാണിക്കുകയായിരുന്നില്ല. തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ സ്നേഹം പൂർത്തീകരിച്ചു എന്നുള്ളത്. നമ്മുടെ സ്നേഹത്തിനും പൂർണ്ണതയുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണതയുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പൂർണ്ണമായിട്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ആ സ്നേഹത്തെ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് വേണ്ടി അവൻ തൻ്റെ ജീവിതം ബലിയായി അർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടായിരുന്നു. ആ പൂർണ്ണത അവൻ പൂർത്തീകരിക്കുകയും ചെയ്തു.
പൂർണ്ണമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, എൻ്റെ ദൈവവിളിയെ ഞാൻ സ്നേഹിക്കുന്നതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ ആ പൂർണ്ണതയുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് പരിപൂർണമായിട്ടും അറിയാമായിരുന്നു, അതുപോലെ തന്നെ മറ്റൊരാൾ തന്നെ നിഷേധിക്കുമെന്നും അറിയാമായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ചിതറിപ്പോകുമെന്നും അറിയാമായിരുന്നു. ഈ 3 കാര്യങ്ങളും ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഒറ്റിക്കൊടുക്കുന്നവൻ കൂടെ ഇരിപ്പുണ്ട്, നിഷേധിക്കുമെന്ന് പറയുന്നവൻ കൂടെ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോവുകയും ചെയ്യും. ഈ 3 കാര്യവും അറിയാമായിരുന്നിട്ടും അങ്ങനെയുള്ളവരെയാണ്, അവരുടെ പാദങ്ങളാണ് ഈശോ ഇന്ന് കഴുകിയത്. അവരുടെ പാദങ്ങളാണ് ഈശോ കഴുകിയത്. ഒറ്റുകൊടുക്കാനിരിക്കുന്നവരെ പാദം കഴുകി ചുംബിച്ചു. തന്നെ തള്ളിപ്പറയുമെന്ന് ഉറപ്പുള്ളവൻ അവൻ്റെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ഇട്ടിട്ട് പോകുമെന്നും ചിതറിപ്പോകുമെന്നും അറിയാമായിരുന്നു. ശുശ്രൂഷിക്കാനും പഠിപ്പിക്കാനും അനുഗ്രഹിക്കുവാനും അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇതുപോലെ കുറവുകളുള്ളവരെ തന്നെയാണ് തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഇട്ടേച്ചു പോകുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും ചിതറിപ്പോകുമെന്നും ഒക്കെ അറിയാമായിരുന്ന ശിഷ്യന്മാരെ തന്നെയാണ് അവൻ സ്നേഹിച്ച് നിർത്തിയിട്ട് ശുശ്രൂഷിക്കാനും പഠിപ്പിക്കാനും അനുഗ്രഹിക്കുവാനുമായിട്ട് അവൻ തിരഞ്ഞെടുത്തത്. കാരണം എന്തിനാണെന്നറിയാമോ? ബലഹീനതകളുള്ളത് കൊണ്ട് തന്നെയാണ്, കുറവുകളോടുകൂടി തന്നെയാണ് അവൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തത്. ഈശോയുടെ വലിയൊരു തെരഞ്ഞെടുപ്പ് നമുക്കൊക്കെ അത്ഭുതം തോന്നും. നമ്മളാണെങ്ങനെ ചെയ്യുമോ? നമ്മൾ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാവുന്നവരെ നമ്മൾ കൂടെ നിർത്തുമോ? നമ്മളെ തള്ളി പറയുമെന്ന് അറിയാവുന്നവരെ നമ്മളെ കൂടെ നിർത്തുമോ? നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ ഇട്ടടിച്ച് ഓടിപ്പോകുമെന്ന് അറിയാവുന്നവരെ നമ്മൾ കൂടെ നിർത്തുമോ? ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. ഇവിടെയാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ സ്നേഹവും ഒരു രക്ഷകനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. ഇതിനൊക്കെ നമ്മൾ മറുപുറം പറയും, ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു, തിരുവെഴുത്ത് പ്രകാരം സംഭവിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറയും. എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരുമെങ്കിലും ഒറ്റിക്കൊടുക്കുന്നവരെയും ഓടിപ്പോകുന്നവരെയും നിഷേധിച്ച് പറയുന്നവരെയും കൂടെ കൂട്ടില്ല. ഇവിടെ തമ്പുരാൻ കൂടെ കൂട്ടിയെന്ന് മാത്രമല്ല, അവൻ അവരുടെ പാദങ്ങൾ കഴുകി എന്നതുകൂടിയാണ്. അവരെ കൂടെ ഇരുത്തി പാദങ്ങൾ കഴുകി കൂടെ ഇരുത്തിയിട്ട് മേശയിരുത്തി ഭക്ഷണം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ട എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. വലിയൊരു പാഠം അവരെ പഠിപ്പിക്കുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള നിത്യസ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമായി അവൻ സ്വയം തൻ്റെ ശരീരവും രക്തവും അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ വലിയ രഹസ്യമെന്ന് പറയുന്നത് എല്ലാത്തിനെക്കുറിച്ചും നല്ലതുപോലെ അറിയാമായിരുന്നിട്ടും നിഷേധിച്ച് പറയുന്നതും തള്ളിപ്പറയുന്നതും ഒറ്റിക്കൊടുക്കുന്നതും ചിതറിപ്പോകുന്നതും അറിയാമായിരുന്നിട്ടും കൂടെ ഇരുത്തി അവരുടെ പാദങ്ങൾ കഴുകി അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നുവെന്നും കാസപാനം ചെയ്യുന്ന സമയത്ത് ഇതെൻ്റെ രക്തമാണെന്നും നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി പാനം ചെയ്യുവിൻ, അതിനുശേഷം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി തൻ്റെ രക്തം കൊണ്ട്, തൻ്റെ സ്വയം രക്തം കൊണ്ട് തൻ്റെ ശരീരം പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് അവന് പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് വന്നാൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-13 മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പെസഹായ ബന്ധമെന്ന് പറയുന്നത് ഈജിപ്തിലെ അടിമത്തിൽ നിന്നും ദൈവം മനുഷ്യനെ, ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന പെസഹാ തിരുനാളാണ്. അതിൻ്റെ ഓർമ്മയാണ് അന്ത്യത്താഴം. അതുകൊണ്ട് ഈശോ ഇവിടെ അർപ്പിച്ച പെസഹാ എന്ന് പറയുന്നത് ആകസ്മികമായിട്ട് തമ്പുരാൻ കണ്ടുപിടിച്ചൊരു കാര്യമല്ല. വർഷങ്ങളായ യഹൂദ പാരമ്പര്യമനുസരിച്ച് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്നതാണ്. പുറപ്പാട് 12-11 കാണുന്നു, ഇത് കർത്താവിൻ്റെ പെസഹയാണ്,
അവിടെ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്ന കട്ടിളപ്പടികളെല്ലാം സംഹാരദൂതൻ അവരെല്ലാം സംഗ്രഹിക്കാതെ കടന്നു പോകും. ആട്ടിൻകുട്ടിയുടെ രക്തം ഇസ്രായേൽക്കാരെ ന്യായവിധിയിൽ നിന്നും സംരക്ഷിച്ചതുപോലെ ഈശോയുടെ, അതായത് പെസഹ കുഞ്ഞാടായ ഈശോയുടെ രക്തം നിത്യവിമോചനം നൽകുന്നു. അവനൊരു കുഞ്ഞാടിനെ പോലെ അറക്കുവാൻ കൊണ്ടുപോയി. ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 53:7. ആ കുഞ്ഞാട് സകല പാപങ്ങളും, പഴയ നിയമത്തിലെ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിക്കുമ്പോൾ സംഹാരദൂതൻ ആ ഭവനത്തെ താൽക്കാലികമായി സംഹരിക്കാതെ കടന്നു പോകുന്നത് പോലെ നിത്യവിമോചകനായ നിത്യരക്ഷകനായ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ എല്ലാ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെട്ട ആ കുരിശിലെ ബലി വഴി തൻ്റെ തിരുരക്തത്താൽ നിത്യവിമോചനം നമുക്ക് നൽകിയിരിക്കുകയാണ്. തമ്പുരാൻ്റെ ആ വലിയ സ്നേഹം ഈശോയ്ക്കറിയാം. ഈ പഴയ നിയമമനുസരിച്ച് താൻ കുഞ്ഞാടാണ് എന്ന് നല്ലതുപോലെ അറിയാം. തൻ്റെ ജീവൻ അർപ്പിക്കപ്പെടേണ്ടതാണെന്നും അറിയാം. എന്നിട്ടും ഈശോ അവരുടെ കൂടെയായിരിക്കുവാനും സ്നേഹിക്കുവാനും അവരുമായി ഭക്ഷണം പങ്കുവെക്കുവാനും അങ്ങനെ ഒരു പുതിയ ഉടമ്പടിയുടെ, സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാനും അവൻ തയ്യാറായി. ഈ പരമകാരുണ്യനാഥന് മുമ്പിലിരുന്നു കൊണ്ട് ഈ സായം സന്ധ്യയിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന കാര്യം അതാണ്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. പെസഹാപ്പം ഭക്ഷ്യത്തിന് മുമ്പോ ഭക്ഷിക്കുന്നതിന് ശേഷമോ നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഈ വിചിന്തനത്തിൽ പങ്കെടുക്കുമ്പോൾ എത്രയോ ആഴമുള്ള, എത്രയോ സ്നേഹമുള്ള നിത്യവിമോചകൻ്റെ പെസഹ രഹസ്യങ്ങളിലാണ് നാം ഇപ്പോൾ ആത്മന പങ്കുകൊള്ളുന്നത് നമുക്ക് തിരിച്ചറിയണം. ഈ രാത്രി എന്ന് പറയുന്നത് ഭയത്തെക്കുറിച്ചുള്ള രാത്രിയല്ല, അടുപ്പത്തെക്കുറിച്ചുള്ളതാണ്. അപ്പം മുറിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിലും ഇനിയും നമ്മൾ മുന്നോട്ട് കാണാൻ പോകുന്ന രാത്രി എന്ന് പറയുന്നത് ഈശോയെ സംബന്ധിച്ചും നമ്മെ സംബന്ധിച്ചും ഈശോയ്ക്കതൊരു ഭയത്തിൻ്റെ രാത്രി ആയിരുന്നില്ല. നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു തീഷ്ണതയിലുള്ള രാത്രിയായിരുന്നു. അടുപ്പമാണ്, അടുപ്പത്തെക്കുറിച്ചുള്ള യാത്രയാണ് ഈശോയുടെ. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ആർദ്രമായി നമ്മെ സ്നേഹിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ രാത്രിയിൽ, പെസഹ അപ്പം മുറിക്കപ്പെടുന്ന രാത്രിയിലും അദ്ദേഹത്തിന് ഈശോയ്ക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുപ്പമായിരുന്നു. ശിഷ്യന്മാരോട് നല്ല അടുപ്പത്തിലാണ്, സ്നേഹത്തിലാണ് അവനായിരുന്നത്. അതുകൊണ്ട് അവൻ പൂർണ്ണമായി സന്നിഹിതനായി തൻ്റെ ഹൃദയം ദുഃഖിച്ചിരിക്കുമ്പോൾ പോലും സമാധാനം വാഗ്ദാനം ചെയ്യുന്ന തമ്പുരാനെയാണ് നാം കാണുന്നത്. തൻ്റെ ജനവുമായുള്ള ദൈവത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചുള്ള പഴയ വാഗ്ദാനം അവൻ നിറവേറ്റുകയും പുതിയത് ആരംഭിക്കുകയും ചെയ്തു. ജെറമ്യ 31:31 ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ആ പുതിയ ഉടമ്പടി ഇന്ന് ഈ പെസഹായിലെ, ഈ കുരിശുമരണത്തിൽ, ഈ പെസഹ തിരുനാളിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അന്ത്യത്താഴത്തിൽ ഈ പുതിയ ഉടമ്പടി വ്യക്തമായി മാറുകയാണ്. അവൻ സ്വന്തം രക്തത്താൽ നമ്മുടെ ജീവിതത്തിന് മുദ്രയിട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഭവനങ്ങളിന്മേൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാമോദീസ വഴിയായിട്ട് അവൻ തിരുരക്തം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുദ്രയിട്ടിരിക്കുകയാണ്. ഇനി ഇവനെ നീ തൊട്ടുപോകരുത്. തിന്മയുടെ ശക്തിയുടെ തമ്പുരാൻ്റെ വാക്കാണ്. അവൻ്റെ മേൽ എൻ്റെ മുദ്ര, എൻ്റെ പീഡാനുഭവം, മരണ ഉത്ഥാനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുദ്ര ഞാൻ അവനിൽ പതിപ്പിച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ മുദ്ര സ്വന്തം രക്തത്താൽ പതിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക, അന്ത്യത്താഴ്വേളയിൽ ഈശോ വാഗ്ദാനം ചെയ്ത സ്നേഹത്തിൻ്റെയും ആതുരതയുടെയും ആഴം മനസ്സിലാക്കി കഷ്ടപ്പാടുകളുടെ സമയത്തും ഞാനും ഈശോയുമായുള്ള പവിത്രമായ കൂട്ടായ്മ എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ആർദ്രത കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൻ്റെ തിരുമുദ്ര എൻ്റെ ജീവിതത്തിൽ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ മുദ്ര എൻ്റെ ജീവിതത്തിൽ പതിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കുരിശിന് വഴിയെ പ്രാർത്ഥിക്കുമല്ലോ,
അങ്ങയുടെ പീഡാനുഭവങ്ങളുടെ മുദ്ര, മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. അവിടുന്ന് ഓൾറെഡി നമ്മുടെ ഹൃദയത്തിൽ, അവിടുന്ന് ഇതിനോടകം നമ്മുടെ നെറ്റിയിൽ, ജീവിതത്തിൽ അധികാരം മുദ്ര പതിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമായ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് കർത്താവായ ഈശോയെ, സങ്കീർത്തകൻ പറയുന്നത് പോലെ എൻ്റെ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ നീ മേശയൊരുക്കുന്നു. സങ്കീർത്തനം 23:5. നിങ്ങളെന്നെ സ്നേഹത്തോടെ ആ മേശയിലേക്ക്, വലിയ സ്നേഹത്തോടെ ഈശോയെ നീ എന്നെ മേശയിലേക്ക് ക്ഷണിക്കുന്നു. പഴയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നൽകി, പുതിയ ഉടമ്പടി നൽകി എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഭക്തിയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ കൂടെയായിരിക്കുവാൻ, മറ്റുള്ളവരുടെ ആർദ്രതയോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിൽ, ഇനിയുള്ള ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈശോയെ, നിൻ്റെ സ്നേഹം, ആർദ്രമായ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നു. ആർദ്രമായ സ്നേഹത്താൽ എന്നെ കാത്തുകൊള്ളണമേ. ഈശോയുടെ ആർദ്രമായ സ്നേഹത്തെക്കുറിച്ച് നാം കണ്ടു. കാല് കഴുകുന്നതിൻ്റെ വിനയം കൂടി ഇന്ന് നാം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവൻ തൻ്റെ എല്ലാ ശക്തിഘടനകളെയും, അതായത് ദൈവമാണ്, പരിപൂർണമായ ദൈവമാണ്, ദൈവപുത്രനാണ്, എല്ലാ ശക്തിഘടകങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, യജമാനൻ്റെ എല്ലാ ഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, ഇടിമുഴക്കത്തിലോ പ്രതാപത്തിലോ അല്ല, വെറുമൊരു തുവാലയിലും പിള്ളക്കച്ചയിലും അവൻ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. കാൽവരിയിലേക്ക് പോകുന്നതിന് മുമ്പ് നാം കാണുന്നുണ്ട്, കാലിത്തൊഴുത്തിൽ അവനൊരു പിള്ളക്കച്ചയിലാണ് ജനിക്കുന്നത്. കൽവരിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രണ്ടാമത്തെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു വെൺകച്ച അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുകയാണ്. കുരിശിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവിടെയും അവൻ്റെ മേലേക്ക് ഒഴിഞ്ഞു മാറ്റി ഒരു കച്ച മാത്രമേ അവന് ധരിപ്പിക്കുന്നു. അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഭാവത്തിലല്ല, വലിയ അധികാരത്തിൻ്റെ ശക്തി ഘടകങ്ങളിലോ ഇടിമുഴക്കത്തിലോ പ്രതാപത്തിലോ ഒന്നുമല്ല. അവൻ എളിമയിലും സ്നേഹത്തിലുമാണ്. വെറും ഒരു തുവാലയിലാണ്, ആ ഒരു തുവാല കൊണ്ട് അവൻ കാണിക്കുന്ന സ്നേഹം എന്താ? പക്ഷേ അത് പ്രകടിപ്പിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വലിയ സ്നേഹത്തിൻ്റെ അഗ്നിയുടെ ജ്വലനമാണ്. അതുകൊണ്ടാണ് അവൻ്റെ കാല് കഴുകി, ശിശുമാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കാനും തുടയ്ക്കാനും ഒക്കെ സാധിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആർക്കാണ് സൗമ്യവും എളിമയുമുള്ള ഒരു സ്നേഹത്തോടെ സേവനം കൊടുക്കാൻ സാധിക്കുക? അവരെ സേവിക്കാൻ എൻ്റെ അഭിമാനമൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, ഇന്നത്തെ സ്ഥലത്തുള്ളതാണ്. അഭിമാനക്ഷതം, അതാണ് നമ്മൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അഭിമാനം, ദുരഭിമാനത്തിൻ്റെ പേരിൽ എത്രയോ അപകടങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു. ദുരഭിമാനത്തിൻ്റെ പേരിൽ ഇവിടെ തമ്പുരാൻ കാണിച്ചു തരുന്നത് വിനയത്തിൻ്റെ, കാല് കഴുകുന്ന വിനയത്തിൻ്റെ വലിയ ഭാവമാണ്, വലിയ ഭാവമാണ്, സ്നേഹത്തിൻ്റെ വലിയ ഭാവമാണ്. ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നിൻ്റെ സ്നേഹത്താൽ എന്നെ താഴാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ അഹങ്കാരത്തെ തകർത്ത് മറ്റുള്ളവരെ സേവിക്കാനായിട്ട് എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. അഹങ്കാരത്താൽ നമ്മൾ മുന്നോട്ട് പോകരുത്. സ്നേഹത്താൽ വേണം താഴ്ത്തപ്പെടാൻ. നമ്മൾ സ്വയം താഴ്ത്തണം, സ്വയം താഴ്ത്തപ്പെടണം, സ്നേഹത്താൽ സേവിക്കണം, അഹങ്കാരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട്. കാല് കഴുകുന്നതിൻ്റെ വിനയം നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-17 വഴി നമ്മൾ കാണുന്നുണ്ട്. അന്ത്യത്താഴ് വേളയിൽ ഈശോ മേശയിൽ നിന്നും എഴുന്നേറ്റ് അരയിലൊരു തുവാല ചുറ്റി താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. അതവരെ ഞെട്ടിച്ചു എന്ന് തന്നെ നമ്മൾ കരുതണം. കാരണം കാല് കഴുകൽ
ഏറ്റവും താഴ്ന്ന ഒരു വീട്ടുജോലിക്കാരൻ്റെ ജോലിയാണ്, യഹൂദ പശ്ചാത്തലമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച്. എന്നിട്ടും അവരുടെ കർത്താവും ഗുരുവുമായ ഈശോ അവർക്ക് വേണ്ടി സ്വയം താഴ്ത്താൻ തീരുമാനിച്ചു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ 13:14 കാണുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി, നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങൾക്കായി ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക തന്നിരിക്കുന്നു. എത്രയോ വലിയൊരു സ്നേഹത്തിൻ്റെ മാതൃകയാണ് അവൻ കാണിച്ചു തന്നിരിക്കുന്നത്. പ്രതീകാത്മകതയേക്കാൾ കൂടുതൽ ഇത് ദൈവികമായ വിനയത്തിൻ്റെയും ദൈവികമായ സേവന മാതൃകയുടെയും അല്ലെങ്കിൽ ദൈവികമായൊരു നേതൃത്വത്തിൻ്റെയും പ്രകടനമാണ്. ഇതൊരു വെറും പ്രകടനം എന്നും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകടിപ്പിക്കുന്നൊരു ഭാവമാണ്. ദൈവം പ്രകടിപ്പിക്കുന്ന ഒരു ഭാവത്തിനല്ലാതെ നമ്മൾ സാധാരണ കാണിക്കുന്ന ഒരു പ്രകടനം എന്നുപോലെ നമ്മൾ കരുതരുത്. ഇത് തമ്പുരാൻ തൻ്റെ കാലുവഴി കാണിച്ച് പ്രകടിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണൊരു ഈശോയുടെ ശിഷ്യൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, അവൻ്റെ ഭാവം എന്തായിരിക്കണം, അവൻ്റെ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് ഈശോ തൻ്റെ മാതൃക കാണിച്ച് തരികയാണ്. ആ മാതൃകയ്ക്ക് പറയുന്നതാണ് പ്രകടനമെന്ന് പറഞ്ഞത്. ഇത് നമ്മളെങ്ങനെയാണ് എന്താ പഠിപ്പിക്കുന്നത്? സേവിക്കാതെ സേവിക്കുന്നതിൽ നിന്നാണ്, സേവിക്കപ്പെടാതെ സേവിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ മഹത്വം ഉണ്ടാകുന്നതെന്ന് ഈശോ കാണിക്കുകയാണ്. പദവികളെ കൂടുതൽ കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ലോകത്ത് താഴ്മയിലൂടെ പ്രകടിപ്പിച്ച സ്നേഹത്തെ അവൻ ആദരിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. അധികാരഭാവത്തിരുന്നു കൊണ്ട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ അധികാരഭാവം ഇല്ലാതെ കാണിക്കുന്ന വലിയ സ്നേഹത്തെയാണ് തമ്പുരാൻ കാണുന്നത്. ഈശോ നാളിതുവരെ ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകുന്നു, ഒറ്റ സ്പർശനം കൊണ്ട് സൗഖ്യം നൽകുന്നു, ഇതെല്ലാം ചെയ്യാമായിരുന്നിട്ടും ഈശോ എന്തിനാണ് ഈ ഒരു കാലുകഴുകലിൻ്റെ മാർഗം ഏറ്റെടുത്തത്? അതുവരെ തമ്പുരാനെ എല്ലാം ഈശോയെ ശിശുമാർ പോലും രാജാവായിട്ട് കാണുകയാണല്ലോ. അതിൽ നിന്നൊരു ഭാവമാറ്റം, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരായിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് ശിശുമാരെ ഈശോ പറഞ്ഞ് പഠിപ്പിക്കുക ചെയ്തത്. നാളിതുവരെ ഞാൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പിതാവായ ദൈവത്തിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ചെയ്തതെന്നും അങ്ങനെ പിതാവിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തുകയാണ് എൻ്റെ വലിയ ഉത്തരവാദിത്വമെന്നും ആ രക്ഷാ ദൗത്യത്തിലേക്കാണ് നിങ്ങളെ ചേർക്കേണ്ടതെന്നും ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സങ്കീർത്തനം 25:9 ദൈവത്തിൻ്റെ ദാസൻ ഹൃദയം മുഴുവനും തമ്പുരാന് നൽകുന്നവനായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഒരു ഭാവം ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. ഹൃദയം മുഴുവനും ദൈവത്തിനായി നൽകി പിതാവായ ദൈവത്തിൻ്റെ കൂടെയായിരുന്നവനാണ്. അവനെ ഭൂമിയിൽ സഞ്ചരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ദാസ സ്വഭാവം വെളിപ്പെടുകയും പ്രവചിക്കപ്പെടുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് സങ്കീർത്തനം 25:9 നാം കാണുന്നത്. അവൻ എളിമയുള്ളവരെ നേരിൽ നയിക്കുകയും എളിമയുള്ളവരെ തൻ്റെ വഴി പഠിപ്പിക്കുകയും ചെയ്തു. അനുഗ്രഹം കൊണ്ടുവരുന്നവൻ സമ്പന്നനാകും, അല്ലേ? നനയ്ക്കുന്നവൻ നനയ്ക്കപ്പെടും. സുഭാഷിത പുസ്തകം 11:25 നമ്മൾ കാണുന്നത്. അനുഗ്രഹം കൊണ്ടുവരുന്നവൻ അവൻ സമ്പന്നനാകും. കൂടുതൽ കൃപ നമ്മളിലേക്ക് ലഭിക്കാനായിട്ട്, കൂടുതൽ കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന സുദിനമാണല്ലോ. ഏറ്റവും അത്യാവശ്യമായിട്ട് ഈശോ നമ്മൾ പറയുന്നത് എളിമയും സേവനവും തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്നതുപോലെ നിൻ്റെ വ്യക്തി ജീവിതത്തിലെ അനുഗ്രഹങ്ങളും കൃപകളും ഐശ്വര്യവും ലഭിക്കണമെങ്കിൽ ഈ എളിമയും സേവനവും നിൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമാക്കി ഞാൻ മാറ്റിയെടുക്കണം. ഈശോയുടെ മിശിഹ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും തരികയാണ് ഈശോ. നാളെ ഇതുവരെ ഒരു യോദ്ധാവാണെന്നും രാജാവാണെന്നുമൊക്കെയാണ് മറ്റുള്ളവർ കരുതിയിരുന്നത്. രക്ഷകൻ വരുമെന്നറിയാമായിരുന്നു. അവനൊരു രാജാവായിട്ട് യോദ്ധാവായി വന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈശോ ആ ചിന്തയെ മാറ്റി നിർത്തിയിട്ട് അവനെല്ലാവരുടെയും ദാസനാണ്, എല്ലാവരുടെയും പാദങ്ങൾ കഴുകുന്നവനാണ്. കാര്യത്തൊഴുത്തുമ്പോൾ തന്നെയാണ് കാണിക്കുന്നത് എളിമയുടെ വലിയൊരു മാതൃക.
ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ദാസനെ പോലും തമ്പുരാൻ യെശയ്യാ പ്രവചിക്കുന്നുണ്ട്. ഇതാ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ആത്മാവ് പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ, അവൻ നിലവിളിക്കുകയോ ചെയ്യുകയില്ല, ചതഞ്ഞ ഞാങ്ങനെ അവൻ തകർക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ 42:1. ഈ പ്രവചനം ഈശോയെക്കുറിച്ചുകൊണ്ടാണ്. വിശുദ്ധവും ആർദ്രമായൊരു നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ എളിമയുടെ വലിയൊരു ഭാവം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് പിന്തുടരുവാനുള്ളൊരു മാതൃകയാണ് ഈശോയെക്കുറിച്ച് എഴുതുവാനായിട്ട് അപ്പസ്തോലനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഒരു ദാസൻ്റെ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് അവൻ തന്നെ ഒന്നുമല്ലാതാക്കി മാറ്റി. മരണത്തോളം, അതേ കുരിശു മരണത്തോളം അവൻ അനുസരണമുള്ളവനായി സ്വയം താഴ്ത്തി. ഫിലിപ്പിയർ 2:7. ഈശോയെക്കുറിച്ച് എഴുതുന്ന അപ്പസ്തോലനായ പൗലോസ് ശ്ലീഹായുടെ വലിയ വാക്കുകളാണ്. വീണ്ടും ഗലാത്യർ നമ്മൾ കാണുന്നുണ്ട്, സ്നേഹത്തിൽ താഴ്മയോടെ പരസ്പരം സ്നേഹിക്കണമെന്ന് ഗലാത്യർ 5:13 നാം കാണുന്നുണ്ട്. ഈശോ വിനയം പഠിപ്പിക്കുക മാത്രമല്ല, അവനത് ജീവിച്ചു. അതുപോലെ ചെയ്യാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഞാനതൊരു മാതൃക നൽകിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങളെന്നെ ഗുരുവെന്ന് വിളിക്കുന്നു, കർത്താവെന്ന് വിളിക്കുന്നു. ഗുരുവും കർത്താവുമായി ഞാനത് ചെയ്തെങ്കിൽ നിങ്ങളും അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇവിടെ. മറ്റുള്ളവർക്ക് വേണ്ടി കാണാത്ത എളിമയുടെ ജോലികൾ സ്നേഹത്താൽ ചെയ്യാൻ നീ തയ്യാറാണ്. മറ്റുള്ളവരാരും കാണില്ല, പക്ഷെ എളിമയോടെ നിനക്ക് ജോലി ചെയ്യാൻ തയ്യാറാണ്. സേവിക്കുന്നതിൽ ഞാൻ മൂല്യം കണ്ടെത്തുന്നുണ്ടോ, അതോ അംഗീകാരം തേടിയുള്ള സേവനങ്ങളാണോ എനിക്കുള്ളത്? ദയയോ ക്ഷമയോ സഹായമോ മുഖേന ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരാളുടെ കാലുകൾ കഴുകാനായിട്ട് എനിക്കെങ്ങനെ സാധിക്കുന്നു? ഒരാളുടെ ദയ കാണിക്കുമ്പോൾ, ഒരാളോട് ക്ഷമിക്കുമ്പോൾ, ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അവൻ്റെ പാദങ്ങൾ കഴുകുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? എങ്കിലേ നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനാവുകയുള്ളൂ, എങ്കിലേ ഈ പെസഹാനുഗതിനകമാവുകയുള്ളൂ, എങ്കിലേ ഈ വലിയ ആഴ്ചയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കാൻ. കർത്താവായ ഈശോയെ, അങ്ങേ ഉപേക്ഷിക്കുകയും ഒറ്റുകിടുകയും ചെയ്യുന്നവരുടെ പാദങ്ങൾ നീ കഴുകുകയും നിന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരുടെ എല്ലാ പാദങ്ങളും നീ കഴുകുകയും നിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ വിനയം എന്നെയും താഴ്ത്തുകയാണ്. യെശയ്യാ പ്രവചിച്ചതുപോലെ നിങ്ങൾ വന്നത് തകർക്കാനല്ല, മറിച്ച് എല്ലാവരെയും ഉയർത്താൻ വേണ്ടിയാണ്. അതുപോലെ ചെയ്യാനായിട്ട് എന്നെയും പഠിപ്പിക്കണം. ദൈവമേ, ശുദ്ധമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എന്നിൽ ശരിയായ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. സങ്കീർത്തനം 51:10 പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുദ്ധമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നമ്മുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്നുള്ള വലിയ ശക്തമായ പ്രാർത്ഥന. അപ്പോഴേ നമുക്ക് തമ്പുരാൻ്റെ വലിയ ദാസനായിട്ട് ഈ ദാസവേല ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളുണ്ടാകുമ്പോഴേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കാം. ഈശോയുടെ ആതുരമായ സ്നേഹത്തെക്കുറിച്ചും കാലുകൊഴുന്ന വിനയത്തിൻ്റെ വലിയ ഭാവത്തെക്കുറിച്ചും നാം കണ്ടു. മൂന്നാമതായി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, അതായത് അവൻ്റെ ശരീരം അവൻ നമുക്കായി നൽകി. അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ ശരീരവും പാനപാത്രത്തിൽ അവൻ്റെ രക്തവും അവൻ നമുക്കായി നൽകി. ഇതൊരു പ്രതീകം മാത്രമല്ല, അവൻ്റെ ഒരു സ്വയം വാഗ്ദാനം കൂടിയാണ്. ഇത് നിങ്ങൾക്കായി നൽകിയ എൻ്റെ ശരീരമാണ് എന്ന ഈശോയുടെ വാക്കുകളുടെ ശാശ്വതമായ പ്രതിധ്വനിയാണ് പരിശുദ്ധ കുർബാന. ഇത് നിങ്ങൾക്കായി നൽകിയ എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്കായി ചിന്തുന്ന എൻ്റെ രക്തമാണ്, അതിൻ്റെ പ്രതിധ്വനിയാണ് പരിശുദ്ധ കുർബാന. ഞാൻ പരിശുദ്ധ കുർബാനെ ഭക്തിയോടും വേണ്ടത്ര ഒരുക്കത്തോടും കൂടി സമീപിക്കാറുണ്ടോ? ഈശോ തൻ്റെ സാന്നിധ്യത്തിലൂടെ എനിക്ക് നൽകുന്ന വ്യക്തിപരമായ സമ്മാനമാകുന്ന പരിശുദ്ധ കുർബാനയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കൽവരിയുടെ പീഡാസഹനത്തിന് മുമ്പ് സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ വലിയ കൂദാശയായ പരിശുദ്ധ കുർബാനയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയെ അൽത്താരയുടെ കൂദാശയിൽ
ഈ പരിശുദ്ധമായ ആരാധനയിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യമായിരുന്നുള്ളിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിലുള്ള ഓരോ നിമിഷവും, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തെ നവീകരിക്കുന്നതിന് കാരണമായി തീരട്ടെ. പരിശുദ്ധ കുർബാന എന്നാൽ അവൻ്റെ ശരീരം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കർത്താവിൻ്റെ അന്ത്യത്താഴമെന്നറിയപ്പെടുന്ന ദിവ്യബലി, അവസാനത്തെ അത്താഴവേളയിൽ ആ വിശുദ്ധ ദിവസത്തിൽ പെസഹ തിരുനാളിൽ ഈശോ സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഇത് പവിത്രമായ കാര്യമല്ല, വളരെ വിപ്ലവകരമായൊരു കാര്യം കൂടിയായിരുന്നു. അങ്ങനെ പറയുന്നതിൽ കാരണമുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞും വാഗ്ദാനം ചെയ്ത് മുറിച്ച് നൽകിക്കൊണ്ട് അവരെ തൻ്റെ ശരീരവും രക്തമാണെന്ന് പ്രഖ്യാപിക്കുന്ന വിപ്ലവകരമായൊരു ഉടമ്പടിയാണ് തമ്പുരാൻ അവിടെ സ്ഥാപിച്ചത്. പാപമോചനത്തിനുള്ളൊരു പുതിയ ഉടമ്പടിയാണ്, പുതിയൊരു മുദ്രയിടലാണ് അവിടെ നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് വിപ്ലവകരമായി തീർന്നു എന്ന് പറയുന്നത്. ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഈ പാനപാത്രം നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം. ഈശോ തൻ്റെ മരണത്തിനായി തൻ്റെ അനുയായികളെ ഒരുക്കുക മാത്രമല്ല ചെയ്തത്, ഓരോ തലമുറയ്ക്കും അവനുമായൊരു ശാശ്വതമായ കൂട്ടായ്മയെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ പെസഹാചരണത്തിലൂടെ താൻ മരിക്കുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ മരണത്തിനൊരുക്കുന്ന ഈശോയല്ലേ അവിടെ കാണുന്നത്. അതിനപ്പുറം ഓരോ തലമുറയ്ക്ക് അവനുമായ ഒരു ശാശ്വതമായ കൂട്ടായ്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപിച്ച പരിശുദ്ധമായ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പെസഹ, ഉടമ്പടി ഇവയെല്ലാം വഴിപാടുകളുടെ ആഴങ്ങളിലേക്ക് വേരൂന്നിയാണ് നിൽക്കുന്നത്. പുറപ്പാട് 12-ാം അധ്യായത്തിൽ പെസഹ കുഞ്ഞാടിനെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചപ്പോൾ ഓരോ വീട്ടിലും ഒരു കുഞ്ഞാടിനെ കൊല്ലുവാനും അതിൻ്റെ രക്തം കൊണ്ട് അവരുടെ വാതിലുകൾ അടയാളപ്പെടുത്തുവാനും അവൻ കൽപ്പിച്ചു. അങ്ങനെ മരണത്തിൻ്റെ ദൂതൻ അവരെ കടന്നുപോകും. ഇത് പെസഹായാണ്. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. പുറപ്പാട് 12-ാം അധ്യായം 11-13 വാക്യങ്ങൾ. ഈ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയെ മുൻനിർത്തിയാണ് കാണുക. അവൻ്റെ രക്തം ലോകത്തിൻ്റെ പാപം നീക്കുകയാണ്. മിശിഹായാകുന്ന കുഞ്ഞാടിൻ്റെ രക്തം ലോകത്തിൻ്റെ പാപം മുഴുവൻ നീക്കുന്നതാണ്. അന്ത്യത്താഴവേളയിൽ ഈശോ പെസഹ ഭക്ഷണത്തെ പുനർനിർവഹിച്ചുകൊണ്ട് പറയുകയാണ്. 1 കൊരിന്ത്യർ 5:7 പറയുന്നു, ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായി ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഉടമ്പടി ഭക്ഷണവും രക്തവുമാണ്. പുറപ്പാട് 24 മരുഭൂമിയിൽ വെച്ച് മോശ ചെയ്ത ബലിയുടെ രക്തം ജനങ്ങളുടെ മേൽ തളിച്ചു പറഞ്ഞു, ഇത് കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാണ്. ഉടമ്പടിയുടെ ഭക്ഷണവും ഉടമ്പടി രക്തവുമാണ് നമ്മൾ കാണുക. ഉടമ്പടിയുടെ ഒരു ഭക്ഷണമുണ്ട്, ഉടമ്പടിയുടെ രക്തവുമുണ്ട്. ഉടമ്പടിയുടെ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന അപ്പമായി വരുന്നത്, ഉടമ്പടിയുടെ രക്തമാണ്. ഇത് പുറപ്പാട് 24:8 കാണുന്ന പോലെ ഇത് കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാണ്. ജനങ്ങളുടെ മേലെ രക്തം തളിച്ചുകൊണ്ട് മോശ പറയുന്ന ഒരു കാര്യമാണ് പഴയ നിയമത്തിൽ. മുകളിലത്തെ മുറിയിൽ ഈശോ ഈ വാക്കുകൾ പ്രതിധ്വനിപ്പിക്കുന്നുണ്ട്, തൻ്റെ വാക്കുകൾ. ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. മത്തായി 26:28 പഴയ ഉടമ്പടിയിൽ മൃഗങ്ങളുടെ രക്തം വാഗ്ദത്തം മുദ്ര വെച്ചുവെങ്കിൽ പുതിയ ഉടമ്പടിയിൽ ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തമാണ് ശാശ്വതമായ വീണ്ടെടുപ്പിന് മുദ്രയായി സൂക്ഷിക്കുക.
വളരെ വ്യക്തമായിട്ട് അവൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം, രക്തം ചിന്തിയത് നമ്മളുടെ പുതിയ ഉടമ്പടിയുടെ മുദ്രയിടലായിരുന്നു എന്ന് നമ്മെ മനസ്സിലാക്കി തരികയും യഥാർത്ഥ സാന്നിധ്യമായി ദിവ്യബലി എന്ന് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും, ഈ അപ്പം എൻ്റെ ശരീരമാണ്, ഞാൻ ലോകത്തിന് വേണ്ടി കൊടുക്കുന്ന എൻ്റെ ശരീരം. യോഹന്നാൻ 6:51. ആർക്കാണ് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുക? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. തൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് ജീവൻ നൽകുന്നതാണെന്നും ദൈവവുമായുള്ള കൂട്ടായ്മയുടെ ഉറവിടമാണെന്നും ഈശോ പഠിപ്പിക്കുക ചെയ്തത്. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് യോഹന്നാൻ 6:56 നാം വായിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ജനവുമായി വാസവും അടുപ്പവും ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയാണ്. ഇത് പഴയ നിയമപ്രമേയവുമായിട്ട് വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം. പുറപ്പാട് 29:45 ഞാൻ അവരുടെ ഇടയിൽ വസിക്കും, അവരുടെ ദൈവമായിരിക്കും ഞാൻ. അത് തന്നെയാണ് പറയുന്നത്. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. പുറപ്പാട് തന്നെയല്ലേ പറയുന്നത്? പുറപ്പാട് 29:45 ഞാൻ അവരുടെ ഇടയിൽ വസിക്കും, ഞാൻ അവരുടെ ദൈവമായിരിക്കും. ദിവ്യബലിയിൽ, പരിശുദ്ധ കുർബാനയിൽ ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയാണ്. പഴയ നിയമ വാഗ്ദാനവും പുതിയ നിയമത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവും സംഭവിക്കുകയാണ്. അങ്ങനെ ദൈവം ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മിൽ വസിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ആഴമായ വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടി പരിശുദ്ധ കുർബാനയെ ഞാൻ സമീപിക്കാറുണ്ടോ? ഈ സായം സന്ധ്യയെ നമുക്കത് ധ്യാനിക്കണം. ഈ കുദാശയിൽ ഈശോ ശരീരം, രക്തം, ആത്മാവ്, ദിവ്യത്വം ഇവയെല്ലാം ഈശോയുടെ ശരീരവും ഈശോയുടെ ആത്മാവും ഈശോയുടെ രക്തവും ഈശോയുടെ ദൈവിക ഭാവവും ഉണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഈ പരിശുദ്ധമായ സമ്മാനം എൻ്റെ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എങ്ങനെ ഞാൻ അനുവദിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, അങ്ങ് ലോകത്തിന് നൽകപ്പെട്ട ജീവൻ്റെ അപ്പമാണ് എന്നും നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനും ദിവ്യബലിയിൽ ഞങ്ങളെ തന്നെ പരിപൂർണമായി ഞങ്ങൾക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങളുടെ ജീവന് വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നീ ബലിയായി തീർന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങളെ പോലെ ഞങ്ങളും പറയുന്നു, കർത്താവ് നല്ലവനാണെന്ന് ആസ്വദിച്ചു കാണുക. സങ്കീർത്തനം 34:8. കർത്താവ് നല്ലവനാണെന്ന് ആസ്വദിച്ച് മനസ്സിലാക്കുക. ഈ സമ്മാനത്തെ ഞാൻ പലപ്പോഴും, പരിശുദ്ധ കുർബാനയാവുന്ന സമ്മാനത്തെ ഞാൻ പലപ്പോഴും നിസ്സാരമായി കണ്ടു. എൻ്റെ ആത്മാവിനെ പോഷിപ്പിച്ച് നിലനിർത്തുന്ന, എൻ്റെ ആത്മാവിൻ്റെ ജീവൻ്റെ ഭക്ഷണമാകുന്ന ഈ പരിശുദ്ധ കുർബാനയെ പലപ്പോഴും ഞാൻ വേണ്ടത്ര ഗൗരവത്തോട് കണ്ടിട്ടില്ല. ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നീ സ്ഥാപിച്ച ഞങ്ങളുടെ കൂടെയായിരിക്കുവാൻ, ആത്മീയ ഭക്ഷണമായി തീരുവാൻ നീ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന അതിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കണമേ. കാലുകൊഴുകുന്ന വലിയ സ്നേഹത്തെക്കുറിച്ച് നാം കണ്ടു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നാം കണ്ടു. പെസഹായ്ക്ക് മറ്റൊരു ഭാവം കൂടിയുണ്ട്. സുഹൃത്തിനാൽ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതകഥ കൂടിയാണ് ഈ പെസഹ. 12 പേരിൽ ഒരുവനായ യൂദാസ് ഒരു ചുംബനത്തിലൂടെ ഈശോയെ ഒറ്റിക്കൊടുത്തു. വിശ്വാസവഞ്ചനയുടെ വേദന വെറും ശാരീരികമായിരുന്നില്ല, അത് ആഴത്തിലുള്ള വൈകാരികമായൊരു ഭാവമായിരുന്നു. എന്നിട്ടും ഈശോ അവനെ സുഹൃത്തെ എന്ന് വിളിക്കുന്നു. ഒരു സുഹൃത്ത് വെറുതെ വഞ്ചിക്കുകയല്ല, അവൻ സ്നേഹത്തിൻ്റെ ചുംബനം നൽകിക്കൊണ്ടാണ് തൻ്റെ ഗുരുവും നാഥനുമായവനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്നത്. അതിൻ്റെ വലിയൊരു വേദനയുടെ സുദിനം കൂടിയാണ് പെസഹ തിരുനാൾ. ചെറുതോ വലുതോ ആയ വഴികളിൽ ഞാൻ ഈശോയെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക.
എനിക്ക് ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നമുക്കൊന്ന് ശാന്തമായിട്ട് ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കാനായിട്ടും സാധിക്കട്ടെ. കർത്താവേ, ഞാൻ വഹിക്കുന്ന മുറിവുകളും ഞാൻ വരുത്തിയ മുറിവുകളും സുഖപ്പെടുത്തണമേ. പുതിയ കൽപ്പന നീ നൽകി, പരസ്പരം സ്നേഹിക്കുക. ഈ പെസഹ വ്യാഴാഴ്ച ഈശോ തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴം പങ്കിട്ടപ്പോൾ അവൻ അവർക്കൊരു പുതിയ കൽപ്പന നൽകി. തൻ്റെ അനുയായികളുടെ വ്യക്തിത്വം വളരെ വ്യക്തമായി നിർവചിക്കുന്ന ഒരു കൽപ്പന, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അവരറിയും. യോഹന്നാൻ 13:34-35 വാക്യങ്ങൾ. എന്നിരുന്നാലും പരസ്പരം സ്നേഹിക്കുവാനുള്ള ഈ കൽപ്പന ഒരു നിർദ്ദേശമോ അമൂർത്തമായൊരു ആശയവുമായിരുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ താൻ അവരെ സ്നേഹിച്ചതുപോലെ നിസ്വാർത്ഥതയോടെ ത്യാഗപരമായി നിരുപാധികമായി സ്നേഹിക്കുവാൻ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയായിരുന്നു. അത് കൽപ്പനയായിട്ടാണ് നൽകിയത്, ഒരു ഉപദേശമായിട്ടല്ല. സ്നേഹിക്കുവാനുള്ള കൽപ്പന അല്ലെങ്കിൽ സ്നേഹത്തിലേക്കുള്ള വിളി അതിൻ്റെ അസ്തിത്വത്തിൽ അർത്ഥത്തിൽ പുതിയതായ കാര്യമൊന്നുമല്ല, മറിച്ച് അതിൻ്റെ ആഴത്തിലും മാതൃകയിലും പുതിയതാണ്. പഴയ നിയമത്തിലൊക്കെ സ്നേഹിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആഴത്തിൽ മാതൃകയിൽ അത് പുതിയതാണ്. പഴയ നിയമവും ഈ സ്നേഹത്തെക്കുറിച്ച് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനങ്ങളോടുള്ള സ്നേഹത്തിലും മറ്റുള്ളവരെ, പ്രത്യേകിച്ച് അയൽക്കാരെയും ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനുള്ള ആഹ്വാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ആഹ്വാനം പഴയ നിയമത്തിലും കാണുന്നുണ്ട്. ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹം പഴയ നിയമത്തിൽ നാം കാണുന്നത് ഏറ്റവും വലിയ കൽപ്പന സ്നേഹത്തിൽ വേരൂന്നിയ കൽപ്പനയായിട്ടാണ് കാണുന്നത്. ആ നിയമാവർത്തന പുസ്തകം 6:48 ഇസ്രായേലിൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതായിരുന്നു ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കൽപ്പന. അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹം ഒരാൾ അയൽക്കാരനിലേക്ക് കൂടി ചേർന്ന് നിൽക്കേണ്ടതാണ്. അത് ലേവ്യർ പുസ്തകം 19:18 പറയുന്നു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവിടെ പഴയ നിയമം ദൈവത്തെ സ്നേഹിക്കുക എന്നും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന തത്വം സ്ഥാപിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ സ്നേഹത്തിൻ്റെ ആഴം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കപ്പെടുന്നത്, വെളിവാക്കപ്പെടുന്നത് ഈശോയിലൂടെയാണ്. സ്നേഹത്തിൻ്റെ മാതൃകയായി ഈശോ പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നു. പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുമ്പോൾ താൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ അവരെ വിളിക്കുന്ന വിധത്തിലാണ് അവൻ അത് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അവൻ്റെ സ്നേഹം സമൂലവും ത്യാഗപൂർണവുമാണ്. തൻ്റെ സുഹൃത്തുക്കൾക്കായി ജീവിതം സമർപ്പിക്കുന്ന, ലോകത്തിനായി ജീവിതം സമർപ്പിക്കുന്ന ഈശോയെ നാം കാണുന്നു. തൻ്റെ ശിഷ്യന്മാരെ ഒരു ആദർശത്തിലേക്കല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ അല്ലെങ്കിൽ മൂർത്തമായ ഒരു ഉദാഹരണത്തിലേക്ക് ഈശോ ക്ഷണിക്കുകയാണ്. കുരിശിൽ ചൊരിയപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ച്. ഇതിലും വലിയ സ്നേഹത്തിന് മറ്റൊരിടവും നമ്മൾ കാണാനായിട്ടില്ല. മറ്റാരിലുമില്ല ഈ ഇത്രയും വലിയ സ്നേഹം. ഒരുവൻ്റെ സുഹൃത്തുക്കൾക്കായി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു സ്നേഹമില്ലെന്ന് യോഹന്നാൻ 15:13 കാണുന്നുണ്ട്. ഈ പ്രസ്താവനയിൽ, ഈ ഒരു ആഹ്വാനത്തിലൂടെ ഈശോ സ്നേഹത്തിൻ്റെ ആത്യന്തികമായ മാതൃക കാണിച്ചു തരികയാണ്. അത് ആത്മത്യാഗത്തിലൂടെയാണ്. അവൻ്റെ സ്നേഹം വിലയേറിയതാണ് എന്നും ജീവൻ നൽകുന്നതുമാണ് എന്നും, അതേ സ്നേഹം ആ സ്നേഹം കാല് കഴുകുന്നത് പോലുമാകുന്ന വലിയ സ്നേഹത്തിൽ പ്രതിഫലിക്കുന്നതാണ് എന്ന് കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കുരിശിൽ മരിച്ചുകൊണ്ടാണ്, ആ കുരിശുമരണത്തോടുകൂടിയാണ് ഈ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. വേറിട്ട് നിൽക്കുന്ന സ്നേഹമാണ്, അല്ലെങ്കിൽ നമ്മെ വേറിട്ട് നിർത്തുന്ന സ്നേഹമാണ്. ഈ സ്നേഹം തൻ്റെ അനുഗാമികളെ വേറിട്ട് നിർത്തുമെന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈശോ അത് പഠിപ്പിച്ചത്.
ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ നിർവചിക്കുന്നതിൻ്റെ സ്വഭാവം ഇതാണ്. യോഹന്നാൻ 13:35 കാണുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും, എല്ലാവരും അറിയും. ഇതൊരു ശ്രദ്ധേയമായ ആഹ്വാനമാണ്. കാരണം ക്രിസ്ത്യാനികൾക്കിടയിലെ സ്നേഹം വളരെ വ്യതിരക്തവും നിരുപാധികവും ത്യാഗപൂർണമായിരിക്കണമെന്ന് ഈശോ തൻ്റെ അനുയായികളായ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, മാതൃക കാണിച്ചു കൊടുത്തിട്ട്. ഈശോയുടെ സ്നേഹവും പഴയ കൽപ്പനയും, പഴയ നിയമത്തിൽ നാം കാണുന്ന അയൽക്കാരനെ സ്നേഹിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഈശോയുടെ കൽപ്പന അതിനെ മറികടക്കുകയാണ്. ഈശോയുടെ സ്നേഹം കേവലം ദയയുടെയോ നീതിയുടെ പ്രവൃത്തികളല്ല, അത് കുരിശിൻ്റെ മാതൃകയെ സ്വയം നൽകുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മെപ്പോൾ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമല്ല, അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഈശോ നമ്മെ വിളിക്കുന്നുണ്ട്. തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈശോ അതല്ല, അതിനപ്പുറം കാണിച്ചു തരികയാണ്. ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്, അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് ഒരു ആഹ്വാനം കൂടി തരുന്നുണ്ട്. അവർക്കായി നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട്, അവരോട് സ്വതന്ത്രമായി ക്ഷമിച്ചുകൊണ്ട്, നിരുപാധികം ക്ഷമ കൊടുത്തുകൊണ്ട്, നിരുപാധിക കൃപ കൊടുത്തുകൊണ്ട്, അതാണ് ഈശോ സ്നേഹിച്ചത്. അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. മത്തായി 5:44 പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് ഈശോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്ന കാര്യം. മത്തായി 5:44 ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാൽവരിയിൽ ഇത് ഈശോ കൃത്യമായി പറയുക മാത്രമല്ല, പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ചു തരികയും ചെയ്തു. ഇതാണ് ഈശോ കൊണ്ടുവന്ന പുതുമ എന്ന് പറയുന്നത്. ഈ പരമ ആരാധനയുടെ സമയത്ത് ഈ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? മാതൃക കാണിച്ചു തന്നിട്ട് സ്നേഹിക്കാൻ എളുപ്പമുള്ളവരെ സ്നേഹിക്കുക എന്നതിലുപരി നമ്മെ വേദനിപ്പിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും ശത്രുക്കളെ പോലെയും നമ്മെ തെറ്റിദ്ധരിക്കുന്നവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നവരെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹത്തെക്കുറിച്ചാണ് തമ്പുരാൻ പറയുന്നത്. ഈശോ ഈ കാൽവരി കുരിശിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ശത്രുക്കളെ സ്നേഹിക്കാൻ ഈശോ പഠിപ്പിക്കുക, ഉപദ്രവിക്കുന്നതിന് പ്രാർത്ഥിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അവിടെ മത്തായി 5:44 പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തോട് ചോദ്യം ചോദിക്കണ്ടേ നമുക്ക്? ഈശോ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരൊക്കെ നന്നായി സ്നേഹിക്കുന്നു. എൻ്റെ അനുദിന ജീവിതത്തിൽ ത്യാഗപൂർണമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന വിധം എനിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സമയമോ പ്രയത്നമോ എൻ്റെ സൗകര്യമോ ചെലവാക്കുന്നതിൽ പോലും, അങ്ങനെയെങ്കിൽ പോലും എനിക്ക് എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഞാൻ തയ്യാറായിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ ഏറ്റവും വലിയ സ്നേഹമാണ് നീ ഞങ്ങളോട് കാണിച്ചത്. നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. വിനയത്തോടും കൃപയോടും കൂടെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കൽപ്പന പോലെ അങ്ങയുടെ സ്നേഹം എന്നിലൂടെ പ്രവഹിക്കട്ടെ. അങ്ങനെ ഞാൻ നിനക്കുള്ളതാണെന്ന് എല്ലാവരും കാണുകയും അറിയുകയും ചെയ്യട്ടെ. ദൈവമേ, ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തകൻ പറയുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ശുദ്ധമായ എൻ്റെ ഹൃദയം എന്നെ നിറയ്ക്കണമേ. ഇന്ന് നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. ഈശോയുടെ പെസഹാരഹസ്യങ്ങളിലൂടെയുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. ഈശോയുടെ ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളമായ പെസഹാരഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കാം. ഗത്സമേനിലെ വേദന. ഈശോ ഗത്സമേനിലെ ദുഃഖത്താൽ തളർന്നു വീണു. എന്നിട്ടും തൻ്റെ വേദനയിൽ അവൻ അനുസരണം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള അനുസരണത്തിൻ്റെ വലിയൊരു ഭാവം അവൻ തിരഞ്ഞെടുത്തു. ഈ പുണ്യസമയത്ത് നമ്മുടെ ഉള്ളിനോട് തന്നെ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാൻ വേദനയിലോ ആശയക്കുഴപ്പത്തിലോ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായ ധാരണയില്ലാതെ എനിക്ക് കീഴടങ്ങാൻ, പരിപൂർണമായ തമ്പുരാന് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയെ പോലെ പിതാവേ, അതേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ
നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗെത്സമേനിൽ ഈശോയുടെ പ്രാർത്ഥന ഒരു കീഴടങ്ങലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം ദിവ്യകാരുണ്യത്തിലെ ശുശ്രൂഷകൾ സ്ഥാപിച്ചതിന് ശേഷം, തൻ്റെ ശിഷ്യന്മാർക്ക് പുതിയ കൽപ്പന നൽകിയ ശേഷം ഈശോ പ്രാർത്ഥിക്കാൻ ഗെത്സമേനിലെ തോട്ടത്തിലേക്ക് പിൻവാങ്ങുകയാണ്. ആ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന, പിതാവുമായുള്ള രക്ഷാപദ്ധതി നിറവേറ്റുന്നതിനായി എല്ലാം സ്വന്തം ഇഷ്ടം പോലെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നൊരു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയുടെ സമയമാണ്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ലൂക്കാസ് വിശേഷം 22:42 പറയുകയാണ്. ശക്തമായ പ്രാർത്ഥനയാണ് മനുഷ്യൻ്റെയും ഈശോയുടെയും സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവം. ഈശോയുടെ മനുഷ്യത്വത്തെ, അവൻ്റെ വേദനയെ, പിതാവുമായുള്ള അവൻ്റെ ഇഷ്ടത്തെ, അവൻ്റെ സമ്പൂർണ്ണമായ കീഴടങ്ങലിനെ വെളിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണത്. കുരിശിലവൻ ഉടൻ സഹിക്കാൻ പോകുന്ന തീവ്രമായ വേദനയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടും പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള അനുസരണത്തിൽ ഈശോ തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുവാൻ തീരുമാനിച്ചു. എൻ്റെ സ്നേഹത്തിന് അവൻ കീഴടങ്ങുകയാണ്. പിതാവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവൻ കീഴടങ്ങുകയാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. പഴയ നിയമത്തിൽ ഈ വിട്ടുകൊടുക്കലിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രമേയം ദൈവഹിതത്തോടുള്ള അനുസരണത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും പ്രമേയമായിട്ട് നാം കാണുന്നുണ്ട്. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാൻ അബ്രാഹാമിൻ്റെ അനുസരണം പഴയ നിയമത്തിലെ ദൈവഹിതത്തോടുള്ള കീഴടങ്ങലിൻ്റെ ഏറ്റവും ശക്തമായ ചിത്രമാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കഥ നമുക്കറിയാമല്ലോ. ദൈവം അബ്രാഹാമിനോട് വാഗ്ദാനത്തിൻ്റെ സന്തതിയായ തൻ്റെ മകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് കൽപ്പന മനസ്സിലാക്കാൻ അസാധ്യമാണെന്ന് തോന്നിയിട്ടും അബ്രാഹാം മടി കൂടാതെ അനുസരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-2 നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ ബലിയർപ്പിക്കണം. നീ മോറിയ ദേശത്തേക്ക് പോവുക, അവിടെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നൊരു മലയിൽ നീ അവനെ ഹോമബലിയായി അർപ്പിക്കണം. ഏറ്റവും ഹൃദയഭേദകമായ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ അനുസരിക്കുവാനുള്ള അബ്രാഹിമിൻ്റെ സന്നദ്ധത ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വമേധയാ അർപ്പിക്കപ്പെട്ട ദൈവപുത്രനായ ഈശോയുടെ ആത്യന്തിക ത്യാഗത്തെ മുൻനിഴലായി കാണിക്കുന്നതാണ്. കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനം ഈശോയിലേക്ക് നേരിട്ട് വിരച്ചുണ്ടുന്നൊരു പ്രവചനമാണ്. യേശയ്യാ പ്രവചനം 53 വായിക്കുന്നു, സ്വമേധയാ കഷ്ടപ്പെട്ടുകൾ സഹിക്കുന്നതായും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് കീഴടങ്ങുന്നതായും ഈ ദാസനെക്കുറിച്ച് ചിത്രീകരിക്കുകയാണ്. 53:7 നാം കാണുന്നു, അവൻ പീഡിപ്പിക്കപ്പെടുകയും അവൻ മറ്റുള്ളവരാൽ പീഡിപ്പിക്കുകയും ചെയ്തു, എന്നിട്ടും അവൻ വായ തുറന്നില്ല. കൊലയ്ക്ക് കൊണ്ടുപോകപ്പെട്ട കുഞ്ഞാടിനെ പോലെ അവൻ കൊണ്ടുപോയി വളരെ ശാന്തനായത് സ്വീകരിച്ചു എന്ന് യെശയ്യാ പ്രവാചന പുസ്തകം 53:7 കാണുന്നു. ഗെത്സമേനിലെ ഈശോയുടെ പ്രാർത്ഥന പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള വലിയൊരു കീഴടങ്ങലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ ഒരു പ്രതിധ്വനിയാണ്. കഷ്ടപ്പെടുന്ന ദാസൻ മരണം വരെ അനുസരണമുള്ളവനായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈശോ താൻ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ എത്രമാത്രം നാം സഹിക്കേണ്ടി വരുമെന്ന് നല്ലതുപോലെ അറിയാമായിരുന്നു. പക്ഷേ ഈശോ ഒരു ദാസനെ പോലെ പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയോട് പരിപൂർണമായി വിശ്വസ്തയോടെ ചേർന്ന് നിന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. ക്രിസ്തു പഴയ നിയമത്തിലെ എല്ലാ പ്രമാണങ്ങളുടെയും എല്ലാ തിരുവെഴുത്തുകളുടെയും പൂർത്തീകരണം ഈശോയെ നാം കാണുകയാണ്. ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ അനുസരണവും കീഴടങ്ങലും അവിടെ കാണുന്നുണ്ട്. ഗെത്സമേനയിൽ അവൻ്റെ കീഴടങ്ങലിൻ്റെ ആഴം, ഗെത്സമേനിലൊരു ധ്യാനം വളരെ നിർണായകമാണ്. പിതാവുമായി എപ്പോഴും പൂർണ്ണമായ കൂട്ടായ്മയിലായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ ആസന്നമായ കഷ്ടപ്പാടുകളുമൊക്കെ അഭിമുഖീകരിക്കുന്ന ഈശോ തൻ്റെ വേദനകൾക്കിടയിലും അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ
ഈ പാനപാത്രം എന്നിൽ നിന്നും എടുക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ പാനപാത്രം കുരിശിൽ വഹിക്കാൻ പോകുന്ന വേദനയുടെ പാനപാത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥനയിലെ വേദന സ്പഷ്ടമാണ്. എന്നിട്ടും അവൻ്റെ ആത്യന്തികമായ തീരുമാനം, പിതാവേ, നിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്നുള്ളതാണ്. പിതാവിൻ്റെ പദ്ധതി പൂർണ്ണതയുള്ളതാണെന്നും ലോകത്തിന് മോചനം നൽകുന്നതാണ് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്കുള്ള ഈശോയുടെ അനുസരണം, പിതാവിനോടും മനുഷ്യവർഗത്തോടുമുള്ള തൻ്റെ സ്നേഹം അചഞ്ചലമാണ് എന്ന് ഈശോ കാണിക്കുകയാണ്. തൻ്റെ അനുസരണം കഷ്ടപ്പാടിലേക്ക് നയിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു, വേദനകളിലേക്ക് നയിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്നിട്ടും വിശ്വസിക്കുന്ന എല്ലാവർക്കും തൻ്റെ പീഡാസഹനം വഴി നിത്യജീവനിലേക്കുള്ളൊരു പാതയാണ് തുറക്കുന്നതെന്ന് ഈശോ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38 നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച ഈശോയാണ്. പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള ഈശോയുടെ പരിപൂർണമായ അനുസരണം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഈശോ ഈ കാണിച്ചു തരുന്ന മാതൃക നമുക്കെല്ലാവർക്കും പിന്തുടരാൻ ആവശ്യമായ മാതൃക തന്നെയാണ്. നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇതാണ്. ദൈവഹിതം എന്താണെന്ന് നമ്മളതുപോലെ അറിയുകയും ആ ദൈവഹിതം എനിക്ക് എന്തെങ്കിലും വെല്ലുവിളികളോ ചിലവുകളോ വരുത്തുകയോ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിലാണ് ദൈവം എന്നെ തൻ്റെ പദ്ധതിക്കായി കൂടുതലായി പൂർണ്ണമായി ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാനായിട്ടുള്ളത്? ബുദ്ധിമുട്ടുള്ളതോ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഗെത്സമേനിലെ തോട്ടത്തിൽ നീ പ്രാർത്ഥിച്ചു, നിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അതേ ഹൃദയത്തോടെ ജീവിക്കുവാൻ എന്നെയും സഹായിക്കണമേ. എനിക്ക് പലത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തപ്പോഴും നിൻ്റെ പൂർണ്ണതയിലുള്ള പദ്ധതിയിൽ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തു വില കൊടുത്തും നിന്നെ അനുസരിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. ദൈവമേ, എന്നിലൊരു നിർമ്മല ഹൃദയം സൃഷ്ടിക്കണമേ. എൻ്റെ ഉള്ളിൽ സ്ഥിരമായൊരു ആത്മാവിനെ പുതുക്കണമേ. തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പല ഭാവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി നിൽക്കുന്ന ഈശോയെയാണ് ഇനി നമ്മൾ കാണുക. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഈ ഭൂമിയിലായിരുന്നവൻ തൻ്റെ രക്ഷാകരമായ ആ വലിയ ദൗത്യം പിതാവ് തന്നെ ഏൽപ്പിച്ച, താൻ സ്വയം ഏറ്റെടുത്ത ആ രക്ഷാകരമായ പദ്ധതിയിലേക്ക് ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ, ഏറ്റവും അടുത്ത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ അവൻ നിശബ്ദനാവുകയാണ്. ഈശോയ്ക്ക് വേണേൽ ചെറുത്ത് നിൽക്കാൻ ധാരാളം പറ്റുമായിരുന്നു. ദൂതന്മാരെ വിളിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെല്ലാം നിരംപരിശാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിശബ്ദനായി സ്നേഹിതൻ്റെ സ്നേഹചുംബനം ഏറ്റുവാങ്ങി തന്നെ അറസ്റ്റ് ചെയ്യുവാനായി പരിപൂർണമായി അവൻ വിട്ടുകൊടുക്കുകയാണ്. വേദനാജനകമായ പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ വഴിയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായി നിശബ്ദമായി നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? അനീതിയുടെയോ നഷ്ടത്തിൻ്റെയോ സമയങ്ങളിൽ നിന്നെപ്പോലെ സമാധാനത്തോടെ ശക്തിയോടെ എങ്ങനെ പ്രതികരിക്കണമേ എന്ന് ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോയെ അറസ്റ്റ് ചെയ്തപ്പോൾ അവന് എളുപ്പത്തിൽ വേണമെങ്കിൽ ചെറുത്തു നിൽക്കാമായിരുന്നു. തന്നെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുടെ സൈന്യങ്ങളെ വിളിക്കാമായിരുന്നു. അല്ലെങ്കിൽ അധികാരികളിൽ നിന്നും രക്ഷപ്പെടുവാൻ തൻ്റെ ദിവ്യശക്തി ഉപയോഗിക്കാമായിരുന്നു. എന്നിരുന്നാലും പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള നിശബ്ദമായ ഒരു കീഴടങ്ങൽ, പരമാധികാരമുണ്ടായിരുന്ന തമ്പുരാൻ അങ്ങനെയാണ് ആ സ്നേഹം അല്ലെങ്കിൽ പ്രതികരണം പ്രകടിപ്പിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്യുവാൻ അവൻ അനുവദിച്ചു. ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ഈ നിമിഷം അവൻ്റെ അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആഴവും വെളിപ്പെടുത്തുന്നതാണ്. മർക്കോസ് 14:61 നാം വായിക്കുന്നു, എന്നാൽ ഈശോ നിശബ്ദനായി ഒരു ഉത്തരവും നൽകിയില്ല.
തൻ്റെ നിശബ്ദതയിൽ ഈശോ പ്രവചനങ്ങൾ നിറവേറ്റുകയും തൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തത് ചെറുത്തുനിൽപ്പിലൂടെയല്ല, മറിച്ച് കീഴടങ്ങലോടെയാണ്. കഷ്ടപ്പാടിലേക്കും അനീതിയിലേക്കും ഒക്കെ നയിച്ചപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള അനുസരണത്തിലായിരുന്നു തൻ്റെ യഥാർത്ഥ ശക്തി എന്നവൻ കാണിച്ചു തരികയാണ്. അതല്ല ഈശോ തമ്പുരാൻ ചെയ്തത്. തനിക്ക് ദിവ്യശക്തി ഉണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു എല്ലാത്തിനെയും തകർക്കാൻ. പക്ഷേ അവൻ സ്വയം തകരാൻ വിട്ടുകൊടുത്തു. തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ എല്ലാവരെയും തകർത്ത് അജയ്യനായി നിൽക്കാമായിരുന്നിടത്ത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് പിതാവിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏൽക്കുവാൻ തയ്യാറാവുകയാണ്. പഴയ നിയമ പ്രവചനവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടൊരു ഭാഗമാണ് ഈ തോട്ടത്തിൽ വെച്ച് ഈശോയെ അറസ്റ്റ് ചെയ്യുന്നത്. യശയ്യാ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ഒരു സഹനദാസനെ കുറിച്ച്. ഒരു കുഞ്ഞാട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെ നിശബ്ദവനും ദൈവഹിതത്തോട് അനുസരണമുള്ളവനായി തമ്പുരാൻ ഈശോ നിലകൊണ്ടു. അവൻ പീഡിപ്പിക്കപ്പെടുകയും കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അവൻ നിശബ്ദനായിരുന്നു, വായു തുറന്നില്ല. കുഞ്ഞാടിനെ പോലെ അവർ അവനെ കൊണ്ടുപോയി എന്ന് യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അനീതിയും വ്യാജാരോപണങ്ങളും ഉണ്ടായിരുന്നിട്ടും കഷ്ടപ്പെടുന്ന ഒരു ദാസന്റെ പ്രവചനം നിറവേറ്റിക്കൊണ്ട് ഈശോ നിശബ്ദനായിരിക്കാൻ തീരുമാനിച്ചു. അവൻ്റെ നിശബ്ദത ബലഹീനമല്ല, ബലഹീനതയല്ല എന്ന് നാം തിരിച്ചറിയണം. ദൈവഹിതം പിന്തുടരുവാനുള്ളൊരു ബോധമായ തിരഞ്ഞെടുപ്പാണ് അവൻ്റെ നിശബ്ദത. ഇന്ന് നാം പലപ്പോഴും നിശബ്ദരാകുന്നത് ബലഹീനരായതുകൊണ്ടാണ്, മിണ്ടാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നിശബ്ദരായി പോകുന്നത്. ഈശോയുടെ നിശബ്ദത എന്ന് പറയുന്നത് അനുസരണമാണ്. പുതിയ നിയമത്തിൽ തെറ്റായ ആരോപണങ്ങളും കഷ്ടപ്പാടുകളും മുന്നിൽ മൗനം പാലിച്ചുകൊണ്ട് ഈശോ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിൽക്കുന്നു. മതനേതാക്കളും പ്രധാന പുരോഹിതന്മാരും അധികാരികളും അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പ്രതികരിക്കുകയോ പ്രതികാര മനോഭാവത്തോടെ ഇടപെടുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവൻ മൗനം പാലിക്കുന്നു. പ്രധാന പുരോഹിതന്മാരും സാൻഹെദ്രീൻ സംഘങ്ങളുമൊക്കെ അവനെ കുറ്റപ്പെടുത്തുമ്പോഴും അവൻ മിണ്ടുന്നില്ല. മത്തായി 27:12 നമ്മൾ കാണുന്നുണ്ട്. ഈ നിശബ്ദത പരിപൂർണമായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ ശക്തമായ ഒരു പ്രവൃത്തിയാണ്. പിതാവിൻ്റെ പദ്ധതി അന്യായമായി തോന്നിയോ? അങ്ങനെയൊരു തോന്നൽ ഈശോയ്ക്കുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് പിതാവിൻ്റെ പദ്ധതിക്ക് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ വേദനകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ സ്വയം പ്രതിരോധിച്ചത്. യെശയ്യാ പ്രവാചക പുസ്തകം 53:5 കാണല്ലോ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു, നമുക്ക് സമാധാനം നൽകുന്ന ശിക്ഷ അവൻ്റെ മേൽ വന്നു, അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ അറസ്റ്റും കുരിശിലെ കഷ്ടപ്പാടുമൊന്നും യാദൃച്ഛികമായിരുന്നില്ല. അവയെല്ലാം മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവൻ മനുഷ്യകുലത്തിന്മേൽ പരമാധികാരം നേടിയത് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് തൻ്റെ വേദനകളിലൂടെ, മുറിവുകളിലൂടെ, പീഡാനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിന് ശക്തമായ മുദ്ര നമ്മുടെ ജീവിതത്തിൽ പതിപ്പിക്കാനായി സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലാത്ത യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ നാം പലപ്പോഴും ലോഹിപ്പിക്കപ്പെട്ടേക്കാം. നമ്മുടെ പ്രശസ്തി സംരക്ഷിക്കാൻ, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതോ എന്തുവാകട്ടെ, നമ്മുടെ ദൈവത്തിൻ്റെ വഴിയെ എതിർക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അങ്ങനെ ചെയ്യരുത്. നിശബ്ദതയ്ക്ക് ഒരു വിട്ടുകൊടുക്കുന്ന സമയമുണ്ടെന്ന് ഈശോ മാതൃക കാണിച്ചു തരികയാണ്. അവിടെ യുദ്ധം ചെയ്യലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നിലകൊള്ളുകയാണ്. അതൊരു നിഷ്ക്രിയമായ പ്രവൃത്തിയല്ല,
വേദനാജനകമായ പ്രവൃത്തിയാണെന്ന് തോന്നുമ്പോഴും ഇത് ദൈവത്തിൻ്റെ വഴിയെ, ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം. അത് പലപ്പോഴും നമുക്ക് സാധിക്കില്ല. നിശബ്ദമായി നിലകുന്ന കാണുമ്പോൾ അവൻ ബലഹീനനായി ചിന്തിക്കും, അവൻ വേദനിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ചിന്തിക്കും. അതൊന്നുമല്ല. എപ്പോഴും സാധാരണ പറയാറുണ്ടല്ലോ, ക്ഷമിക്കാനാണ് കൂടുതൽ കരുത്ത് ആവശ്യം, വിട്ടുകൊടുക്കാനാണ് കൂടുതൽ കരുത്ത് ആവശ്യം. അതിന് സ്നേഹമുണ്ടാവണം. കർത്താവായ ഈശോയെ തെറ്റായി ആരോപണങ്ങൾ നിന്റെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ നീ നിശബ്ദനായിരുന്നു. ഒരു പ്രതികാര നടപടികളിലേക്കോ ഒരു വാക്കുകൾ പോലുമോ നീ പറഞ്ഞില്ല. അനീതിയെ കാണിക്കുന്നതെന്ന് അറിയാമായിരുന്നെങ്കിൽ പോലും സമാധാനത്തോടെ ശാന്തമായിരിക്കാൻ അങ്ങ് കാണിച്ചതൊരു മാതൃക ഞങ്ങളെ പഠിപ്പിക്കണമേ. കഷ്ടതയുടെ താഴ്വരയിലൂടെ നയിക്കുമ്പോഴും അങ്ങയെ വിശ്വസിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പോരാടും, നീ ശാന്തമായിരുന്നാൽ മതി എന്നുള്ള പുറപ്പാട് 14:14 വചനാഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ ഞങ്ങളെ തയ്യാറാക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ പരമമായ ആരാധനയുടെ സമയത്ത് ആരംഭം മുതലേ നമ്മൾ ധ്യാനിച്ചൊരു കാര്യം ഇതാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഈശോ ആവശ്യപ്പെടുകയാണ്, എന്നോടുകൂടെ കുറേ സമയം ഉണർന്നിരിക്കാനായിട്ട് സാധിക്കുമോ എന്ന്. ഈ ദിവ്യ ആരാധനയുടെ സമയത്തും തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നൊരു കാര്യം, കുറേ സമയം എൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിച്ചുകൊണ്ട് ഉണർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഞാൻ ആത്മീയമായി ഉണർന്നിരിക്കുകയും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഉണർന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സമയമാണ്. അവനോടൊപ്പമായിരിക്കാൻ വേണ്ടി മാത്രം നിശബ്ദതയിൽ കുറേ സമയം നമുക്ക് കാത്തിരിക്കാം. കുറേ ധ്യാന ചിന്തകൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ തിരുമുഖം ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ പീഡാനുഭവ വഴികളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം നമ്മൾ. കർത്താവേ, നിന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ ഞാൻ ഇവിടെയുണ്ട്. എന്നെ നിൻ്റെ ഹൃദയത്തോട് അടുത്ത് നിർത്തണമേ. നിൻ്റെ പ്രസഹാരഹസ്യങ്ങളുടെ യോഗ്യതയാൽ ഉണർത്തണമേ. നിൻ്റെ ദിവ്യ സ്നേഹാഗ്നിയാൽ എന്നെ സംരക്ഷിച്ച് നിർത്തണമേ. കർത്താവേ, ഇന്ന് രാത്രി നീ എന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ കൃപയാ ഞങ്ങളെ സേവിച്ചു, കൃപയാ നീ ഞങ്ങളെ സ്നേഹിച്ചു. കൃപയുടെ നിറവിൽ നിന്നും നീ ഞങ്ങൾക്ക് നിൻ്റെ ശരീരവും രക്തവും പങ്കിട്ടു. ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചു. നിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തെ പുനർനിർമ്മിക്കട്ടെ. ആരാധനയുടെ ഈ നിശബ്ദ മണിക്കൂറിൽ ഞാൻ എൻ്റെ ഹൃദയം മുഴുവനും എൻ്റെ വ്യക്തിത്വത്തെ പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു. എന്നോടൊപ്പം നിൽക്കണമേ. ഞാൻ എപ്പോഴും നിന്നോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന ഈശോയെ നമുക്ക് കാണാം. ഒരു നിരസിക്കപ്പെട്ട രാജാവ് റോമൻ ഗവർണറായ പിലാത്തോസിന് മുൻപാകെ ഈശോ നിൽക്കുകയാണ്. അവൻ്റെ ആത്യന്തികമായ തിരസ്കരണത്തെ അവൻ നേരിടുകയാണ്. അവൻ്റെ ജനമായ യഹൂദമത നേതാക്കൾ അവനെ റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ പിലാത്തോസ് അവൻ്റെ വിധി തീരുമാനിക്കണം. യഥാർത്ഥ രാജാവായിരുന്നിട്ടും അവനെ രക്ഷിക്കാൻ വന്ന ആളുകൾ അവൻ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ അവനെ തള്ളിപ്പറയുകയാണ്, പരിഹസിക്കുകയാണ്, മരണത്തിന് വിധിക്കുകയാണ്. എന്തൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെതല്ലേ. താൻ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന മനുഷ്യകുലം, ആ മനുഷ്യകുലം തന്നെ, മനുഷ്യകുല വ്യക്തികൾ തന്നെ വിധിക്കുകയും ചെയ്തുകൊണ്ട് വിധിവാചകം ഉച്ചരിക്കുകയാണ്. മത്തായി 27:11 പിലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? നീ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഈശോ മറുപടിയും
നീ തന്നെ അത് പറഞ്ഞല്ലോ എന്ന് ഈശോ മറുപടി കൊടുക്കുന്നു. ഈ സംഭാഷണത്തിൽ ഈശോ സ്വയം പ്രതിരോധിക്കുകയോ താൻ രാജാവാണെന്ന അവകാശവാദത്തെ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ രാജാവാണ്, എന്നാൽ അവൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് അന്ധനായവർ അവനെ നിരസിക്കുകയാണ് എന്ന അവൽ തുറന്നു കാട്ടൽ ഈശോ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ നിമിഷം പ്രവചനത്തിന് നിവൃത്തിയാണ്. എല്ലാ മഹത്വത്തിനും അർഹതയുണ്ടായിരുന്നിട്ടും ഈശോ വേദനകൾ, പീഡാനുഭവങ്ങൾ ഏറ്റെടുക്കുവാൻ രാജാവായി അവനെത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. തിരസ്കരിക്കപ്പെട്ട ഒരു രാജാവിൻ്റെ പ്രമേയം പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ അഭിഷിക്ത രാജാവിനെ ആളുകൾ പലപ്പോഴും നിരസിക്കുന്നു. മിശിഹായുടെ തിരസ്കരണത്തെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ പ്രവചനങ്ങളിലൊന്ന് സങ്കീർത്തനം 118 നമ്മൾ കാണാം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുന്നു. സങ്കീർത്തനം 118:22 പണിക്കാർ തിരസ്കരിച്ച കല്ല്, ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. തള്ളിക്കളഞ്ഞെങ്കിലും ലോകത്തിനായുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ആ പദ്ധതിയുടെ അടിത്തറയായി മാറുന്ന ഈശോയുടെ പ്രവചനത്തിൻ്റെ ഈശോയെക്കുറിച്ചുള്ളൊരു പ്രവചനത്തിൻ്റെ വലിയ പരാമർശമാണ്. പുതിയ നിയമത്തിൽ യഹൂദ നേതാക്കൾ തൻ്റെ തിരസ്കരണത്തിൽ എങ്ങനെ ഈശോയെ തള്ളിപ്പറഞ്ഞു എന്ന് നാം കാണുന്നുണ്ട്. ഈശോ അവരോട് പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? പണിക്കാർ തിരസ്കരിച്ച കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. കർത്താവ് ചെയ്തു, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമാണ്. മത്തായി 21:42 നാം കാണുന്നതാണ്. പിലാത്തോസിന് മുൻപാകെ ഈശോയെ തള്ളിപ്പറയുന്ന വലിയൊരു വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. മിശിഹായെ തിരിച്ചറിയേണ്ടിയിരുന്ന മതനേതാക്കൾ അവനെ തള്ളിക്കളഞ്ഞു. ദൈവപുത്രനേക്കാൾ കുറ്റവാളിയായ ബറാബാസിനെ തിരഞ്ഞെടുത്തു. രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആത്യന്തികമായ നിരാകരണമാണ്. ഈശോയെ തിരസ്കരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിലാത്തോസിന് മുൻപാകെ ഈശോയെ തള്ളിപ്പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ പീഡാനുഭവ ദിവസം. അത് ദൈവം തിരഞ്ഞെടുത്ത രാജാവിൻ്റെ പൂർണ്ണമായ തിരസ്കരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. പിലാത്തോസ് ഈശോയുടെ മുമ്പിൽ ആയിരുന്നു. ഈശോ നിരപരാധിയാണെന്ന് പിലാത്തോസ് തിരിച്ചറിഞ്ഞു. എങ്കിലും ജനക്കൂട്ടത്തിൻ്റെ വാശിക്ക് വഴങ്ങി അവൻ ഈശോയെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പിലാത്തോസ് ചോദിക്കുകയാണ്. എല്ലാവരും കൂടി മറുപടി പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. മത്തായി 27:22. ഈ നിമിഷത്തിൽ ഈശോയുടെ താഴ്മ വളരെ നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവൻ നാമത്തിൽ വരുന്നവൻ ഓശാന ഓശാന വിളിച്ചു പാടിയ ജനം ഇന്ന് മറുപടി കൊടുക്കുന്നു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. സ്വർഗത്തിൻ്റെ യഥാർത്ഥ രാജാവെന്ന നിലയിൽ അവന് വേണമെങ്കിൽ പലതും തിരിച്ചു ചെയ്യാൻ സാധിക്കും. തന്നെ രക്ഷിക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരെ, ഒരു സൈന്യത്തെ തന്നെ വിളിച്ചാൽ മതി. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി കുരിശിനെ മനസ്സോടെ അഭിമുഖീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈശോയ്ക്ക് ഇവർ പറയുന്നൊന്നും യേശുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രധാന പുരോഹിതന്മാരും പ്രമാണി സംഘമൊക്കെ ബറാബാസിനെ ചോദിക്കാനും ഈശോയെ വധിക്കാനും ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ രണ്ടുപേരിൽ ആരെയാണ് നിങ്ങൾക്ക് വിട്ടുതരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെയോ ഈശോയോ? അവർ മറുപടി പറഞ്ഞു, ബറാബാസിനെ. മത്തായി 27:20. ഈ തിരസ്കരണം യെശയ്യാ പുസ്തകം 53 നമ്മൾ കാണുന്ന ആ സഹനദാസൻ്റെ തിരസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവൻ മനുഷ്യരാ നിന്ദിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. പരിചിതമായ ഒരു മനുഷ്യൻ, അവൻ നിന്ദിക്കപ്പെട്ടു,
അങ്ങനെ അവനെ അവർ താഴ്ത്തി പരിഹസിച്ചു. ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയൊരു, അല്ലെങ്കിൽ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രക്ഷിക്കാൻ വന്ന ആളിനെ തന്നെ തിരസ്കരിക്കുകയാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി നിന്ദിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന തമ്പുരാനെ നമുക്ക് കാണുക. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതം ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. ചിലരൊക്കെ നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിച്ചിങ്ങനെ പുറകെ നടന്ന് സ്നേഹിച്ചവരെ രക്ഷിക്കാൻ പരിശ്രമിക്കും. പക്ഷേ ആ രക്ഷകൻ്റെ ദൗത്യം നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴും പലപ്പോഴും അവർ നമ്മൾക്കെതിരെ ആരോപണങ്ങളുമായി മുമ്പിൽ നിൽക്കുകയായിരിക്കും ചെയ്യുക, തിരസ്കരിക്കുകയായിരിക്കും ചെയ്യുക. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈശോ നമ്മൾ നല്ലപോലെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിക്കുക, എൻ്റെ ജീവിതത്തിൽ തിരസ്കരണമോ പ്രയാസമോ നേരിടുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രാജാവായ ക്രിസ്തു തൻ്റെ ജീവിതത്തിലേറ്റ തിരസ്കരണവും കഷ്ടപ്പാടും എല്ലാം സഹിച്ചു. എന്നിട്ടും അവൻ ദൈവഹിതത്തിന് വിശ്വസനായി തുടർന്ന് ദൈവത്തിൻ്റെ പദ്ധതി മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിലും തിരസ്കരണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകുമോ? പ്രാർത്ഥിക്കാൻ. കർത്താവായ ഈശോയെ, രക്ഷിക്കാൻ വന്നവരാ നീ നിരസിക്കപ്പെട്ടു. നീ ആരെയാണോ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത് അവരാ തന്നെ നീ നിരസിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അവരാ തന്നെ അവർ തന്നെ നിന്നെ കുരിശിലേറ്റുകയും ചെയ്തു. യഥാർത്ഥ രാജാവായിരുന്നിട്ട് നീ പീലാത്തോസിന് മുൻപാകെ മൗനമായി നിന്നു. ലോകത്തിന് പാപഭാരം മുഴുവൻ ഏറ്റെടുത്തു. തിരസ്കരണമോ പ്രയാസമോ പീഡനമോ നേരിടുമ്പോഴും നിന്നിൽ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്ത് വില കൊടുത്തും നിന്നെ അനുഗമിക്കുവാനും വിശ്വസ്തനായിരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ.